മലയാള സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ജെന്യുവനായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അതായത് ക്യാമറയുടെ മുന്നിൽ മാത്രം അഭിനയിക്കും, പുറകിൽ അഭിനയിക്കാതെ പച്ച മനുഷ്യരായിട്ടുള്ള കുറേ അധികം ആൾക്കാരുണ്ട്. പക്ഷെ കുറച്ച് ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്ഥിരം അഭിനയം തന്നെയാണ്. അതായത് ലൈഫ് തന്നെ അഭിനയം. ഡ്രഗ്സ് അല്ലെങ്കിൽ ലിക്കർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ചില ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലേറ്റായിട്ട് വന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ നോക്കാറുണ്ട്. മാസ് ഫിലിംസ് ആവട്ടെ, ത്രില്ലർ ഫിലിംസ് ആവട്ടെ, ഒരേപോലെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ന്യൂ ജനറേഷൻ, ന്യൂ ഏജ് മലയാളം പ്രൊഡ്യൂസർ വേണു കുന്നുപ്പള്ളി. വേണുചേട്ടനാണ് ഇന്ന് എൻ്റെ ഒപ്പം ഞാൻ വിടമാട്ടയിൽ ജോയിൻ ചെയ്യുന്നത്. വേണുചേട്ടൻ, വെൽക്കം ടു ഞാൻ വിടമാട്ടയിൽ ബൈ കീർത്തി. നമസ്കാരം. നമ്മൾ ഇപ്പൊ കണ്ടിട്ടൊരു 2 years ആയി. അതെ, ലാസ്റ്റ് നമ്മൾ കണ്ടത് മാളികപ്പുറത്തിന്റെ ആ സക്സസ് ടൈമിൽ സമയത്ത്. ശരിയാണ്. അത് കഴിഞ്ഞ് 2018 വന്നു, അതെ, രേഖാചിത്രം വന്നു, അതെ. പിന്നെ ആനന്ദ് ആനന്ദ് ശ്രീബാല. ശ്രീബാല ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം കൺഗ്രാറ്റുലേഷൻസ് ഫോർ ഓൾ ദ താങ്ക് യു. മൂവീസ്. അന്ന് നമ്മൾ വേണിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കോൺവെർസേഷനിൽ പറയുന്നുണ്ടായിരുന്നു, മലയാളം ഫിലിംസ് പ്രൊഡ്യൂസേഴ്സിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഉദയം സിനിമാസ് അല്ലെങ്കിൽ പ്രണവം ആർട്സ്. അപ്പം വേണിച്ചിട്ട് പറഞ്ഞു കുറച്ച് സമയം എടുക്കും, എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലത്തൊന്നും പ്രൊഡ്യൂസറിന്റെ പേരിൽ ഒരു ഫിലിം അറിയപ്പെടും. പക്ഷെ ഇപ്പൊ നോക്കിയ വേണിച്ചേട്ടന്റെ ഒരു ഫിലിം എന്ന് പറയുമ്പം ദർ ഇസ് എ മിനിമം ഗ്യാരണ്ടി. നമ്മൾ കാവ്യ പ്രൊഡക്ഷൻസ് എന്ന് കാണുമ്പോൾ നമ്മൾ പോയിട്ട് ആ ഫിലിം കാണുന്ന ഒരു ഇതിലേക്ക് എത്തി. എങ്ങനെയാ വേണിച്ചേട്ടൻ അത് തോന്നുന്നത്? എങ്ങനെയാണ് ആ ഒരു ചേഞ്ച് വന്നെന്ന് ഫീൽ ചെയ്യുന്നത്? ഞാൻ ഈ സിനിമ നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാരി വലിച്ച സിനിമ ചെയ്യണില്ല. വർഷത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സിനിമകളാണ് ചെയ്യണത്. അത് ചെയ്യണത് തന്നെ കുറേ അധികം കഥകൾ കേട്ടതിന് ശേഷമാണ് ഒരു സിനിമ സെലക്ട് ചെയ്യണത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോസസ്സിൽ പോണ സമയത്ത് അതും എനിക്കൊരു 100% എൻ്റെ മനസ്സിൽ എനിക്ക് ഇഷ്ടമാവണം. ഓക്കെ, ഇത് കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ സിനിമ 50 കോടി കിട്ടും 100 കോടി കിട്ടുമെന്നല്ല. തിയേറ്ററിൽ ജനങ്ങൾ വന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഇത് OTT അല്ലെങ്കിൽ സാറ്റലൈറ്റിലെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോശം സിനിമയെന്ന് പറയുമായിരുന്നെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മിനിമം ഗ്യാരണ്ടി എന്ന് പറയുമല്ലോ, അങ്ങനത്തെ കഥകൾ മാത്രമാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അത് ഫസ്റ്റ് ഇത്. അപ്പോൾ ഈ കഥ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു കഴിവുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ വേണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ ഉം, ഉം. സ്ക്രിപ്റ്റും കൂടി എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് വീണ്ടും ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ കമൻസും കാര്യങ്ങളെല്ലാം പറയും. പിന്നെ ഇതിലുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനൊരു നല്ല ഡയറക്ടർ വേണം. അപ്പോൾ കുറേ ഡയറക്ടർമാരെന്ന് പറഞ്ഞാൽ അറിയാം, ഉടായിപ്പ് തന്നെയാണ്. അപ്പോൾ അവർ വലിയ കാര്യമൊക്കെ പറയും, പക്ഷേ അവർക്ക് ആ സിനിമ തിയേറ്ററിലോട്ട് ആ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റിയൊരു ഡയറക്ടറെ കൊണ്ടുവരും. പിന്നെ നമ്മൾ തന്നെ അതിൻ്റെ ടെക്നീഷ്യൻസ് ഉണ്ടല്ലോ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എക്സ്പെഷ്യലി DOP ആണെങ്കിലും എഡിറ്റർ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക്, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഇതാണ് സിനിമയായിട്ട് വരുന്നത്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ ഒരു ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ് എടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് പാളിപ്പോയാൽ പോലും തിയേറ്ററിൽ അതിനുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഇറങ്ങിയേക്കണ സിനിമകൾ, ഇനി വരാൻ പോണ സിനിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയണ ഇത് കമേഴ്ഷ്യലി ഭയങ്കര വിജയിക്കില്ലെന്ന്, അതൊക്കെ ജനങ്ങളുടെയും ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. ഉം. പക്ഷെ മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കഥകളും ഇതൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് വേണുചേട്ടൻ ചൂസ് ചെയ്യുന്ന ഫിലിംസ് അത് ചെയ്ത് കഴിയുമ്പോൾ വേണുചേട്ടന് ഒരു പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ടൈപ്പ് ഓഫ് ഇതാണ് എടുക്കുന്നത്. അല്ല, ആ എൻഡ് റിസൾട്ട് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യാറുണ്ട് ഇപ്പോൾ ചെയ്ത ഫിലിംസിലൊക്കെ. അതായത് ഒരു കഥ കേട്ട സമയത്ത് നമുക്കൊരു ഒരു നമുക്കിപ്പോൾ അത് വിഷ്വലൈസ് ചെയ്യാനായിട്ടുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അതിനുള്ളൊരു കഴിവുണ്ടല്ലോ. നമുക്ക് ഏറിയും ഇറങ്ങിയിരിക്കാം എങ്കിൽ പോലും അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളൊരു സിനിമയിലോട്ട് പോണത്. പക്ഷെ ചില സിനിമകളുടെ ആ ഒരു ഷൂട്ടിങ് അതിൻ്റെ പ്രോസസ്സിൽ തന്നെ മനസ്സിലാവും ഇത് സംഗതി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന സിനിമകൾ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെയൊന്നും കാര്യമായിട്ടൊന്നും ഇത് ചെയ്യില്ല. ചില സിനിമകൾ ചില കമ്മിറ്റ്മെൻറ്റിൻ്റെ ഇതിലൊക്കെ നമ്മൾ ചെയ്യണ സിനിമകളുണ്ട്. അപ്പോൾ അത് അതിൻ്റെ റിസൾട്ട് ഏകദേശം എനിക്കറിയാം ഇത് ഇങ്ങനെ എനിക്ക് സംഭവിക്കണമെന്ന് എൻ്റെ ഒരു ഇപ്പം ഞാൻ ആ സിനിമയുടെ പേരെടുത്തെന്ന് പറയണില്ല, പക്ഷേ നിങ്ങൾക്ക് ഇപ്പം 3 സിനിമ ഞാൻ ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊട്ടും താല്പര്യമില്ലാതെ പക്ഷേ വേറൊരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടി ഞാനത് ചെയ്യേണ്ട വന്നതാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ട് 100% ഉറപ്പ്. അപ്പം നല്ല സിനിമയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ്, ഇവിടെ താമസിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് എന്താ വെച്ചാൽ എനിക്ക് 100% ഉറപ്പാണ് ഈ സിനിമ ഇവരെ കാണിക്കാൻ പറ്റണേന്ന് പറഞ്ഞിട്ട്. ഈ പറഞ്ഞ സിനിമകളൊന്നും ഞാൻ അവരോട് പറയാറുമില്ല. അവർ പോയി എന്താ വെച്ചാൽ എനിക്കറിയാം. വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഒരു ഇതാണല്ലോ, നമുക്കൊരു ഒരു മോശം സിനിമ നമ്മുടെ ഫ്രണ്ട്സിനെയും കൊണ്ട് പോയിരുന്ന് കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു അഭിമാനമല്ല. ഈ രേഖാചിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും കൂടി പോയിട്ട് നല്ല ആഘോഷമായിട്ട് കണ്ടതാണ്. 2018 അതേപോലെയൊക്കെ തന്നെയാണ്. മാളികപ്പുറം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഭവിക്കാം. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ വേണുചേട്ടനാണെങ്കിലും അല്ലെങ്കിൽ ഫിലിം ഫ്രെറ്റർണിറ്റി വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചില സമയത്ത് ഒരു കംഫർട്ട് സോൺ ഉണ്ടായിരിക്കും. അവർക്കൊരു കാസ്റ്റ് ആൻഡ് ക്രൂ, ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ കാണും. ഈ
ആർട്ടിസ്റ്റും പ്രൊഡ്യൂസറും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്സ് അത് ശരിക്കും റിയാലിറ്റിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ചില സമയത്ത് അതൊരു എന്താ പറയുന്നത് അതൊരു യൂട്ടിലൈസേഷനിലേക്കൊക്കെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ജെനുവിൻ ഫ്രണ്ട്ഷിപ്സ് ഒക്കെ നടക്കാറുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് മലയാളം സിനിമയെ പറ്റിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ. നമ്മൾ വേറെ അന്യഭാഷകളിലൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഉം. നമുക്ക് അവരായിട്ടുള്ള ഒരു ബന്ധങ്ങൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല. മലയാള സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ജെന്യുയിനായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അതായത് ക്യാമറയുടെ മുന്നിലല്ല, ഈ പുറയിൽ മുന്നിൽ മാത്രം അഭിനയിക്കും, പുറയിൽ അഭിനയിക്കാതെ പച്ച മനുഷ്യരായിട്ടുള്ള കുറേ അധികം ആൾക്കാരുണ്ട്. ഈവൻ സീനിയേഴ്സൊക്കെ അങ്ങനെയുണ്ട്. പക്ഷെ കുറച്ച് ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്ഥിരം അഭിനയം തന്നെയാണ്. അതായത് ലൈഫ് തന്നെ അഭിനയമാണ്. ഒരാളെ വഴിയിൽ വെച്ച് കാണേണ്ട അഭിനയമാണ്, ഉം. ഫ്ലൈറ്റിൽ വെച്ച് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അഭിനയമാണ്. അപ്പോൾ നമുക്കിത് ഏതാണ് അതിൻ്റെ ഒറിജിനൽ എന്ന് ഏതാണെന്ന് അറിയില്ല. ആ. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും അങ്ങനത്തെ ആൾക്കാരെ നമുക്കറിയാം. അപ്പോൾ അവരെ ആ രീതിയിൽ തന്നെയാണ് കൺസിഡർ ചെയ്യണത്. ഫ്രണ്ട്ഷിപ്സിന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ നമുക്കറിയാം വേണുചേട്ടനും മമ്മൂക്കയും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് രേഖാചിത്രത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം മമ്മൂക്കയുടെ ആ ഒരു ഇത് വരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതിനകത്ത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ മമ്മൂക്കനെ അപ്രോച്ച് ചെയ്ത സമയത്ത്. അതെ, ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഞാൻ മമ്മൂക്കായിട്ട് ഒരു സിനിമ ചെയ്തിട്ടുള്ളെങ്കിൽ പോലും ഒരു ഒരു സിനിമ ചെയ്ത ഒരു പ്രൊഡ്യൂസറിന് തന്നെ ഇതിനേക്കാൾ കൂടുതൽ എല്ലാവിധ ഈ പറയണ സ്നേഹവും ബാക്കിയുള്ള കാര്യങ്ങളും എപ്പോഴെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനുള്ള ഒരു അവസരം ഇതെല്ലാം മമ്മൂക്ക തന്നെ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കര അതിശയമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 400 സിനിമക്ക് മേലെ ചെയ്താക്കണ ഒരു ആക്ടറെ സംബന്ധിച്ച് എത്രയോ പ്രൊഡ്യൂസർമാരെ കണ്ടിട്ടുണ്ടാവും. ഒരു പ്രൊഡ്യൂസറെ ചിലപ്പോൾ പല സിനിമകളും ചെയ്താക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ഞാനൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഇത് ചെയ്യണത്. നമ്മളെപ്പോലെയുള്ള ഇപ്പോൾ ഈ മലയാള സിനിമ വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നും അല്ലെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഏത് സമയത്തും നമുക്ക് അച്ചീവബിളാണ്. നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റോറി പറയാനുണ്ട്, അല്ലെങ്കിൽ ഒരു സിനിമ ഇത് ചെയ്യാനുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ചെയ്യും. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം തന്നെ എൻ്റെ അമ്മ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു ആദ്യം അവിടെ എത്തിയതിൽ ഒരാളെന്ന് പറഞ്ഞാൽ മമ്മൂക്കായിരുന്നു. പുള്ളിനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കണില്ല നമ്മളെപ്പോലുള്ള ഒരു. അതേപോലെ തന്നെ എൻ്റെ ഹൗസ് വാമിങ് ഉണ്ടായപ്പോൾ വിളിച്ചു. ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ മമ്മൂക്ക വന്ന് എന്തെങ്കിലും കാര്യം ഇപ്പം എൻ്റെ ഒരു ബുക്ക് ഞാൻ എഴുതി കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി മമ്മൂക്കയുടെ അടുത്ത് തന്നു. അപ്പോൾ അതൊക്കെ ഒരു ഇതാണ്. പക്ഷേ ഇപ്പോൾ പല യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചാക്കണ ചില ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം നോക്കുന്നത് അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടാകും. ഇത് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വേറൊരു മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ USA പോവുകയാണ്, അവിടെ പോവാണ്, ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇവർ ഒഴിവാക്കുക. നമുക്കറിയാം. ഈവൻ നമ്മുടെ എന്തെങ്കിലും ഒരു ഈ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യമൊക്കെ വന്നാലും ജസ്റ്റ് ഒന്ന് വിളിക്കാൻ പോലും മര്യാദ കാണിക്കാത്ത ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇവരെപ്പോഴും ഞാൻ പറഞ്ഞില്ല അഭിനയമാണ്. നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുന്നു, അത് പറയുന്നു, ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത് പറയുന്നു. പക്ഷെ അത് റിയൽ അല്ല. അവർക്കൊരു ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു കഥ, ഒരു സിനിമ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ബന്ധം ഇതാവും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ അവർ പതുക്കെ പുറത്തു. എനിക്ക് തോന്നുന്നു അതാ ഈ ലെജൻഡറി ആക്ടേഴ്സിന് എല്ലാവർക്കും ഇപ്പൊ പറയുന്ന ഒരു ക്വാളിറ്റിയാണ് ലാലേട്ടനാണെങ്കിലും അതെ, മമ്മൂക്കയാണെങ്കിലും ആ ഒരു അവർ ഡീൽ ഇത്ര ചെയ്യുന്ന. വർഷങ്ങളായിട്ട് ഇതെല്ലാം കണ്ട്, എത്രയോ വർഷങ്ങളായിട്ട് 10, 30, 40 വർഷങ്ങളായിട്ട് കണ്ടു കഴിഞ്ഞിട്ട് എല്ലാ ടൈപ്പ് ആൾക്കാരെയും കണ്ട് എല്ലാവിധ സുഖങ്ങളും സൗന്ദര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം എന്താണ് ജീവിതമെന്ന്. പക്ഷെ ഇവർ ഇങ്ങനത്തെ കുറേ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിതൊന്നും അറിയില്ല. അവർ ഈ എന്താണ് ഒരു മായാലോകം മാത്രമാണ് അവർ കണ്ടാക്കണം. അപ്പോൾ അവർക്ക് ഈ സാധാരണ ഒരു ജനങ്ങളുടെ അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ്റെ വികാരങ്ങൾ, അവൻ്റെ വിഷമങ്ങൾ, ഇതൊന്നും അവർക്കറിയില്ല. അവർ വേറൊരു ഒരു ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ എപ്പോഴും നമ്മൾ ഞാനിപ്പോൾ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രൗൺ പ്ലാസയിൽ പോകാന്നുള്ളൊരു കാര്യം എപ്പോഴും ഉണ്ട്. നമുക്ക് ഇഷ്ടമാണ് അവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കുന്നുപ്പള്ളി ബിൽഡേഴ്സാണ്. അവിടെ ഏറ്റവും എക്സൈറ്റിംഗ് ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടന് അതിനകത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പം ശരിക്കും ലാലേട്ടൻ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. എങ്ങനെയാണ് എറണാകുളത്ത് ലാലേട്ടനുള്ള സമയത്ത് മിക്കപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. പുള്ളിക്ക് അവിടെ ജോലിക്കാരൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ മിക്കപ്പോഴും പുള്ളിയുടെ കാരവൻ അവിടെ ഉണ്ടാവും. പിന്നെ അങ്ങനെ നമ്മൾ ചില സമയത്തൊക്കെ ഏറ്റവും ടോപ്പിൽ ചെല്ലുമ്പോൾ ജിമ്മിലൊക്കെ ലാലേട്ടൻ ഉണ്ടാവാറുണ്ട്. പിന്നെ താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ജനക്കൂട്ടം അവിടെ ഉണ്ടാവും. പുള്ളിയുടെ ജോലിക്കാർ, ഗസ്റ്റുകളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അറിയാം ലാലേട്ടൻ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഞാൻ ചെല്ലണ സമയത്ത് ഞാൻ വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ. ചില സമയത്തൊക്കെ കാണാറുണ്ട്. നമ്മൾ വേണുചേട്ടനെ ഇപ്പം ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് തോന്നാറുണ്ട്. അതിപ്പം വേണുചേട്ടന് പല സക്സസ് പാർട്ടീസ് ലൈക്ക് ഫിലിംസിൻ്റെ സക്സസ് പാർട്ടീസ് നമ്മൾ വരുമ്പോൾ ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് എല്ലാ കാര്യങ്ങളും. ഈ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ സെറ്റിനെ കുറിച്ച് നമ്മൾ ഇപ്പം ഭയങ്കര ചർച്ചാ വിഷയങ്ങളാണ് നോൺ ഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. വേണുചേട്ടൻ ആസ് എ പ്രൊഡ്യൂസർ ഹൗ ഡു യു കൺട്രോൾ ഓൾ ദാറ്റ്? ഇപ്പം ഡ്രഗ് യൂസേജും ആൽക്കഹോൾസും ഒക്കെ ഒരു ഡിസ്കഷൻ വരാറുണ്ടല്ലോ. അപ്പോൾ വേണുചേട്ടൻ എങ്ങനെയാണ് കൂടുതലും അതുകൂട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാറ് യൂഷ്വലി? അതിലൊരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഞാൻ പൈസ മുടക്കി കഴിഞ്ഞിട്ട് ഒരു ഇത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബിസിനസ്സാണല്ലോ അത്.
ഞാനാണ് അവിടെ മൊത്തം എൻ്റെ അണ്ടറിലാണ്. പക്ഷേ ഇപ്പോഴത്തെ പല ഡയറക്ടേഴ്സൊക്കെ വിചാരിക്കുന്ന പറഞ്ഞാൽ അവരാണ് അതിൻ്റെ ഇത് കംപ്ലീറ്റ് ചെയ്തതെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നുവെച്ചാൽ കാലകാലങ്ങളായിട്ട് വന്നാക്കുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ. പക്ഷേ എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ മുടക്കുന്നു. അത് എന്ത് ബിസിനസ്സെങ്കിലും ആയിക്കോട്ടെ. ഞാനിപ്പോൾ ഒരു ഹോട്ടൽ നടത്തുകയാണ്. ആ ഹോട്ടലിൽ ജോലിക്കാരും അവിടെ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ അവിടുത്തെ ഒരു മെയിൻ ഷെഫ് വന്നിട്ടല്ല തീരുമാനിക്കുക. അല്ലെങ്കിൽ അവിടെ കൗണ്ടറിൽ പൈസ മേടിക്കാനൊക്കെ തീരുമാനം. അതാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ സിനിമ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്. ഇത് അവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകണം, അവിടെ ഇന്നതായിരിക്കണം, അവിടെ ഇന്ന ആൾക്കാരായിരിക്കണം, വർക്ക് ചെയ്യേണ്ടത് ഇന്ന ടൈപ്പ് ആയിരിക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റായിട്ട് പോണതിന് മുന്നേ ചിലപ്പോൾ പറയണത് ഒരു 100 ദിവസം ഷൂട്ടാണെന്നുണ്ടെങ്കിൽ ഞാനത് ഒരു 95 ഡേയ്സിലെങ്കിലും തീർക്കണമെന്ന് എനിക്ക് ആവശ്യമുള്ളതാണ്. അതേപോലെ തന്നെ സ്റ്റോറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചോദിക്കുന്നത് എന്നാണ് റിലീസ്. അപ്പോൾ ഇന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യണ ഒരാളാണ്. ഞാൻ എപ്പോഴും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും ഏത് എന്തായി, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുക എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പറയുന്ന സെറ്റിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുക, അല്ലാന്നുണ്ടെങ്കിൽ വഴക്കുകളോ, ഈ പറയുന്ന ഡ്രഗ്സോ അല്ലെങ്കിൽ ലിക്കർ ഉപയോഗിക്കുന്ന ആൾക്കാരോ, ചില ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലേറ്റായിട്ട് പോകുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അതിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. ഇത് സെറ്റിൽ ലേറ്റായിട്ട് വരിക, പിന്നെ അതേപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഡ്രഗ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കഴിയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കാൻ നോക്കാറുണ്ട്. ഇപ്പം നമ്മളൊരു സിനിമ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യത്തെ ചിലപ്പോൾ ഒരു മെയിൻ ഇതിൻ്റെ നായകൻ, നായിക, അല്ലെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള വില്ലൻ, ഇതൊക്കെയാണ് നമ്മൾ ചർച്ചയിൽ വരുള്ളൂ. അല്ലാതെ വീണ്ടും ഒരു 10-25 പേര് ഉണ്ടാവും. അവരെ പറ്റി നമ്മൾ വലിയ ചർച്ച ഒന്നും ചെയ്യാറില്ല. അത് ഈ പറയുന്ന ഡയറക്ടറും പ്രൊഡക്ഷൻ കൺട്രോളർ അസോസിയേറ്റെ കൂടി തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ ആ ഷൂട്ടിൽ പോണതിന് മുന്നായിട്ട് ഞാൻ ചോദിക്കാറുണ്ട്, ആ ലിസ്റ്റ് ഒന്ന് അയച്ചു തന്നിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. ഞാൻ ലൈഫിൽ കാണാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ എനിക്ക് അവർ ഇഷ്ടമല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പല സ്വഭാവം, ഈ ലേഡീസിനെ അബ്യൂസ് ചെയ്യുക, രാത്രി എന്നിട്ട് ബഹളം, ഇങ്ങനെ അവരെല്ലാം ഞാൻ കഴിയുന്നതും ഒഴിവാക്കാനാണ് നോക്കാറ്. പക്ഷെ ചില സിനിമയിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ കാരണവശാൽ ഒരു പർട്ടിക്കുലർ നടനെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും. അവർക്ക് ഈ സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ പ്രൊഡ്യൂസേഴ്സ് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ? അപ്പം അസോസിയേഷൻ ആണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെ ട്രബിൾ മേക്കേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം, അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ? അതോ വേണുചേട്ടൻ്റെ ലോജിക്കൽ ഇതിൽ മാത്രമാണോ? അല്ല, നമ്മുടെ ഇതുവരെയും ചെയ്താക്കുന്ന സിനിമയിലെല്ലാം അങ്ങനത്തെ ഈ പറയുന്ന പ്രശ്നക്കാരായിട്ടുള്ള ഒരു 6-7 ആൾക്കാരുണ്ടല്ലോ നമുക്ക്. അവരൊന്നും എൻ്റെ ഒരു സിനിമയിൽ ഇതുവരെ വന്നിട്ടില്ല. അത് ഇതാണ്. പക്ഷെ ഇനിയിപ്പോൾ ഫ്യൂച്ചറിലും വരാൻ സാധ്യതയില്ല. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വരാം, ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നാൽ വരാം. ശരിക്കും നമ്മളിപ്പം ഫിലിമിൻ്റെ നമ്മളൊരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പം പണ്ടൊക്കെ നമുക്ക് ഫിലിം സക്സസ്ഫുൾ ആണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു 400 ദിവസം ഓടുക അല്ലെ 200 ദിവസം ഓടിക്കഴിഞ്ഞാൽ ഈ ഫിലിം സക്സസ്ഫുൾ ആണെന്ന് പറയും. ഇപ്പം ശരിക്കും എന്താണ് വേണ്ടിയിട്ട് വാട്ട് ഈസ് ദ കാറ്റഗറി ഒരു ഫിലിം സക്സസ്ഫുൾ ആണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഈ 100 crore ക്ലബ് ആണോ അൾട്ടിമേറ്റം എന്നൊക്കെ പറയുന്നത്? അല്ല, ഇപ്പോൾ ഈ OTT ഒക്കെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഒരു 100 ദിവസം 50 ദിവസം ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അതായത് ഇപ്പം സംഭവിക്കുന്നത്, ഒരു സിനിമ റിലീസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ആ ഫസ്റ്റ് സെക്കൻഡ് ഡേയ്സിൽ തന്നെ അറിയാം അത് സക്സസ് ആണോ അല്ലെങ്കിൽ ഫ്ലോപ്പ് ആണെന്ന് ഏകദേശം അറിയാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ പണ്ട് ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ തിയേറ്ററുകൾ വളരെ കുറവായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു 100-150 തിയേറ്ററുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്തരം തിയേറ്ററുകളിൽ സിനിമകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒന്ന് കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കുറച്ച് തിയേറ്റർ മാത്രമേ ഉള്ളൂ. അത് മെയിൻ സിറ്റികളിൽ മാത്രമാണ്. അത് കാറ്റഗറിപ്പെട്ട തിയേറ്റർ റിലീസാവും. അതിനുശേഷം പിന്നെ അത് ബിയിലോട്ട് വരും, പിന്നെ സിയിലോട്ടൊക്കെ വരുമ്പോഴേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാസമൊക്കെ കഴിയും. അങ്ങനെയായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏത് കുഗ്രാമത്തിലും നല്ല തിയേറ്ററുകൾ വന്ന്. അപ്പോൾ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 500-600 സ്ക്രീനുകളുണ്ട് റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ 150 തിയേറ്ററിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന 100 ദിവസം കൊണ്ട് കിട്ടിയിരുന്ന കളക്ഷൻ ഇപ്പോൾ ഈ പറയുന്ന 500-600 തിയേറ്ററുകളിൽ ഒരു മാസം ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കളക്ഷനാണ് വന്നത്. പിന്നെ ടിക്കറ്റ് റേറ്റ് ഒക്കെ ഭയങ്കര കൂടി. നേരത്തെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ 5 രൂപയൊക്കെ ആയിരുന്നു ടിക്കറ്റിന്. ഇപ്പം അത് 150-200 ആയി. പിന്നെ മലയാള സിനിമകൾ പണ്ട് ഈ കേരളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ദുബായ് അല്ലെന്നുണ്ടെങ്കിൽ ഖത്തർ 2 സ്ഥലങ്ങളിൽ മാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ ചെന്നൈയിലുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ മാത്രമായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന അങ്കോളയിൽ പോലും, അല്ലെന്നുണ്ടെങ്കിൽ ആഫ്രിക്കയിൽ എവിടെ നോക്കിക്കോ, ഈ പറയുന്ന യൂറോപ്പുകളിൽ, അങ്ങനെ എത്രയോ രാജ്യങ്ങളിലോട്ടായി. ഒരു നല്ല എമൗണ്ടിലൊക്കെ നല്ല സിനിമയുടെ കാര്യം ഉണ്ടാകാൻ പറയുന്നത്. അതുകൊണ്ട് അപ്പോൾ ഒരു വലിയ ബിസിനസ്, ഒരു സിനിമ ക്ലിക്കാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ ഓടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര, പണ്ടത്തെ ഒരു 200 ദിവസത്തിന് ഈക്വലാണ് ഇപ്പോഴത്തെ ഒരു മാസം എന്ന് പറയുന്നത്. അല്ല, പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ച് അത് നോക്കുമ്പോൾ ഈസിലി പെട്ടെന്ന് റിസൾട്ട് കാണാൻ പറ്റും. പെട്ടെന്ന് റിസൾട്ട്. പക്ഷെ ഒരു സിനിമനെ സംബന്ധിച്ച് ഒരു ഫസ്റ്റ് സെക്കൻഡ് ഷോ ആദ്യത്തെ ദിവസം തന്നെ അറിയാം
ഈ സിനിമയുടെ ഒരു വിധി എന്താണെന്ന് അറിയാം. അത് പിന്നെ മാറ്റലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അത്ര എളുപ്പമൊന്നുമല്ല. ഈ മാർക്കറ്റിംഗ് ഇനീഷ്യലി കൊടുത്തു കഴിഞ്ഞാൽ PR സ്റ്റൺസും മാർക്കറ്റിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ സക്സസ്ഫുൾ അല്ലാത്തൊരു ഫിലിമിനെ പുഷ് ചെയ്ത് എന്തെങ്കിലും മാർജിൻ പ്രൊഡ്യൂസേഴ്സിന് കിട്ടുന്ന രീതിയിലാക്കാൻ അത് പറ്റുമോ? വളരെ സാധ്യത കുറവാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ചിലപ്പോൾ ഒരു 10 കോടിയുടെ സിനിമയാണ്. അപ്പോൾ അത് ഫ്ലോപ്പാണെന്ന് അറിഞ്ഞ് കഴിഞ്ഞിട്ട് അത് ആഞ്ഞു പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പ്രൊഡ്യൂസറിന് ചിലപ്പോൾ ഒരു 50 ലക്ഷം 60 ലക്ഷം ഇത് 5 ലക്ഷം കിട്ടുന്നതിന് പകരമായിട്ട് കൂടുതൽ, അല്ലാതെ ഒരു 5 കോടിയിലോട്ടൊന്നും ഒരിക്കലും എത്തിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ചെറിയ ഒരു ഇത് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ബിസിനസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ബിസിനസ്സിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയണുണ്ടല്ലോ, അത് നഷ്ടത്തിലാണെന്ന് അറിയാനായിട്ട് ലോകത്ത് ആരും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ അവൻ പാപ്പരാവേണമെന്നുണ്ടെങ്കിൽ കണ്ടവരോടൊക്കെ വല്ല പൈസ ചോദിച്ച് കിടക്കാനാണെങ്കിൽ പറയാം, അയ്യോ ഞാനതുകൊണ്ട് കുത്തുവാളെടുത്ത് പോയി എന്ന് പറയാം. അല്ലാതെ എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ അറിയപ്പെടുന്ന ബിസിനസ് ആണെങ്കിൽ 5 കോടി മുടക്കിയിട്ടുണ്ടാവും, 5 കോടിയും പോയിട്ടുണ്ടാവുമായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ഇതും കൂടി പോയിട്ടുണ്ടെങ്കിലും അവൻ പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതുകൊണ്ട് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ഒരു ചെറുതായിട്ട് ഒരു 50 ലക്ഷം പോയുള്ളൂ ബാക്കി കിട്ടി, ഇങ്ങനെ പറയാനാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. നമുക്ക് തന്നെ അറിയാം പല ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാമല്ലോ ഏകദേശം ഒരു സിനിമയുടെ എന്താണ് സംഭവിച്ചാൽ. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ എങ്ങനെ ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയൂ, അത് വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു. ഏത് ഫുള്ള് പോയിരിക്കണേണെന്ന് അറിയാം. അത് ആൾക്കാരുടെ ഒരു സ്വഭാവമാണ്. അത് ഈ ബിസിനസ് എന്നല്ല, നമ്മൾ ഒരു പെട്ടിക്കട നടത്തി കഴിഞ്ഞിട്ട് അവിടെ ഒരു കച്ചവടം ഇല്ലെങ്കിലും നമ്മളിപ്പോൾ ചെന്നിട്ട് എങ്ങനെയുണ്ട് കച്ചവടം എന്ന് പറഞ്ഞോ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ട്, നല്ല രീതിയിൽ തന്നെ പോകണ്ടെന്ന് പറയും. അത് ആൾക്കാരുടെ ഒരു സ്വഭാവമാണ്. അത് സിനിമയിലും അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2024 ഫിലിംസിൻ്റെ കാര്യം പറയുമ്പോഴും റിലീസ് ആയതിൽ വളരെ കുറച്ച് ഫിലിംസാണ് സക്സസ്ഫുൾ. നമ്മൾ 2015 ആക്ച്വലി നമ്മൾ ആസ് ഓഡിയൻസസ് നോക്കുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ ഫിലിംസ് വന്നെങ്കിലും അത് പ്രോഫിറ്റബിൾ ആയില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ടല്ലോ. ഇത് ആക്ച്വലി ഇപ്പം വേണിച്ചേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പം അങ്ങനെയാണോ? ഇതിപ്പം ഇത്രയും ക്ലോസ് ആയിട്ട് നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതുകൊണ്ടാണോ, അതോ പണ്ട് തൊട്ടേ ഇൻഡസ്ട്രി ഇങ്ങനെ തന്നെ ആയിരുന്നോ? അല്ല, പണ്ട് തുടങ്ങിയായിരുന്നു. ഇതൊരു സത്യമായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുമ്പോൾ പഴയ പ്രൊഡ്യൂസേഴ്സ് നോക്കി കഴിഞ്ഞാൽ എത്ര പേര് നല്ല രീതിയിൽ നമ്മളൊരു ബിസിനസ് നടത്തി കഴിഞ്ഞിട്ട് ആ ബിസിനസ് കൊണ്ട് രക്ഷപ്പെട്ടാകും പോയാന്നാണല്ലോ നമ്മൾ നോക്കണത്. എന്തെങ്കിലും ഒരു ബിസിനസ് ആയിക്കോട്ടെ, നാട്ടിലിപ്പോൾ ഒരു പ്രിൻറ്റിംഗ് പ്രസ് നടത്തുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുകയാണ്, വേറെ എന്തെങ്കിലും നടത്തി കഴിഞ്ഞിട്ട് നമ്മളൊരു 15-20 വർഷം കഴിയുമ്പോൾ നമ്മൾ നോക്കേണ്ടി ഇവൻ്റെ ജീവിത നിലവാരം എങ്ങനെ ഉണ്ട് മനസ്സിലായി. അത് നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കുറച്ചൊരു നല്ല വീടൊക്കെ വെച്ച് മക്കളൊക്കെ നല്ല രീതിയിൽ കെട്ടിച്ചു കൊടുത്ത് കുറച്ച് സ്ഥലവും ഇതൊക്കെ ഉണ്ട്. ആ രീതിയിലാകുമ്പോൾ നമ്മളെന്താ പറയണത്, അവൻ ആ ബിസിനസ് കൂടി കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ട് അല്ലേ, ശരി അങ്ങനെയാണ് പറയണത്. പക്ഷേ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ കൊണ്ട് നടക്കുന്ന പല പ്രൊഡ്യൂസേഴ്സും ഭൂരിഭാഗം പ്രൊഡ്യൂസേഴ്സ് നോക്കുമ്പോൾ അവർ സിനിമയിൽ തന്നെയാണ്. ചിലപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറൊരു ജോലിക്കുള്ള ഒരു ഇതുണ്ടാവുമായിരിക്കില്ല. പിന്നെ സിനിമയിൽ വന്ന ആ ഒരു മായലോകത്തിൽ തന്നെ അവരുടെ കാലങ്ങൾ കഴിഞ്ഞു പോയി. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു 20 വർഷമൊക്കെ കഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ 20 വർഷത്തിന് മുന്നേ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ആയിരിക്കും, വീട്ടിലൊരു കാറൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അവൻ ഇതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഇത് പൂർവികരായിട്ട് കൊടുത്താക്കുന്ന സ്ഥലമൊക്കെ വിറ്റ് ഇതൊക്കെ വെച്ച് ഇനി ഒരു ചെറിയ വീടും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണ് മിക്കവർക്കും സംഭവിച്ചേക്കണം. അപ്പോൾ അതുകൊണ്ട് സിനിമയും കൊണ്ട് അങ്ങനെ ഭയങ്കര പൈസ ഉണ്ടാക്കിയാക്കണ ആൾക്കാർ വളരെ കുറവാണ്. പിന്നെ ഇത് ഗാംബ്ലിംഗ് പോലെയാണ്. നമ്മളിപ്പോൾ ഒരു കാസിനോ ചെന്ന് കഴിഞ്ഞിട്ട് പൈസ വെച്ച് നമുക്കൊരു കുറച്ച് പൈസ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തി പോകണമെന്നാണെങ്കിൽ അവൻ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാതെയായിരിക്കും. പക്ഷേ മിക്കവരും വീണ്ടും വീണ്ടും വെച്ച് കഴിഞ്ഞിട്ട് അത് കളയാണ്. സിനിമയിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു സിനിമയിൽ നല്ല പൈസ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 99% എന്ന് പറഞ്ഞാൽ പൈസ ഇട്ട് കഴിഞ്ഞിട്ട് വേറൊരു സിനിമ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ആദ്യം എടുത്താക്കുന്നതും മുഴുവൻ പോകും, ചിലപ്പോൾ കുറച്ച് കടം മേടിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ സിനിമ എന്തായാലും ഇത്തിരി വലിയ ബഡ്ജറ്റ് ആയിരിക്കുള്ളൂ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞത് വളരെ ഇതേപോലെ അത്രയധികം വിൽ പവർ ഉണ്ടായി കഴിഞ്ഞിട്ട് വേണ്ട അങ്ങനെ ഒരു മനസ്സിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് ഇനി ഇതിൽ നിൽക്കണ്ടെന്ന് തീരുമാനിച്ച പോണ ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാർ മാത്രം രക്ഷപ്പെട്ടാക്കണം. ഇതിൽ നിൽക്കുന്ന ആൾക്കാരുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലേഡിൽ നിന്ന് പൈസ എടുത്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുത്ത് അപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നുണ്ട് വീണ്ടും ഒരു സിനിമ ചെയ്യേണ്ടി വരും, അങ്ങനെ പോകണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ വേണിച്ചേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാര്യം എന്ന് വെച്ചാൽ ഈ പണ്ട് ഷീലാമ്മയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ആക്ട്രസ് ഷീല പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു, ഈ ഫാനിസം കയറിയിട്ട് പ്രൊഡ്യൂസേഴ്സായി പണ്ടത്തെ കാലത്തൊക്കെ വരുമായിരുന്നു. എനിക്കൊന്ന് ലാലേട്ടൻ്റെ ഒക്കെ കാര്യത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. പുള്ളീനെ ഒന്ന് അടുത്ത് കാണാനും അല്ലെങ്കിൽ അവർ ഇത് ചെയ്യാനും. അപ്പം അങ്ങനെ ഇപ്പോഴത്തെ കാലത്തൊക്കെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരിക്കും വേണ്ടിയിട്ട്, ലൈക്ക് ഇതിൻ്റെ ഒരു ബിസിനസ് സൈഡൊന്നും ചിന്തിക്കാതെ ആ ഫാനിസം ഒക്കെ ആയിട്ട് വന്ന് ഫിലിം എടുക്കുന്ന അങ്ങനെ ഇപ്പം വേണിച്ചേട്ടൻ ആരെങ്കിലും ഇപ്പോഴും കുറേ ആൾക്കാരുണ്ട്, എക്സ്പെഷ്യലി NRIs ആണ്. അതിപ്പോൾ ഇവിടെ NRIs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായിൽ നിന്ന് മാത്രമല്ല, ഈ പറയുന്ന ഗൾഫിൽ നിന്ന് മാത്രമല്ല, USA നിന്ന് അല്ലെങ്കിൽ ലണ്ടനിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ശരിക്കും വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു റൈറ്ററാ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ടറാ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പരിചയമുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിൽ എന്ന് പറയും ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അത് ഇന്നതാണ് അതിൻ്റെ ഒരു പോസിബിലിറ്റീസ് പറയുന്നത്. ഇതിന്
ഈ പറയുന്ന രീതിയിൽ ബിസിനസ് കിട്ടാൻ സാധ്യതയുണ്ട്, ടേബിൾ പ്രോഫിറ്റ് ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമയുടെ ഒരു മായാലോകമാണല്ലോ നമുക്ക്. അതിലോട്ട് ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു ഷൂട്ടിംഗ് കാണുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ആർട്ടിസ്റ്റുകളെ കാണുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനെല്ലാത്തിനും ഒറ്റയടിക്ക് ഒരു സൗകര്യം കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതാണ്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇതാണെന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാശുള്ളവനാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ 2-3 ആൾക്കാർ ചേർന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ഷെയർ ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അതിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിലോട്ട് വന്ന് നമ്മൾ പൈസ മുടക്കി കുറച്ച് ആ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കബളിക്കപ്പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഏത് ഈ ആദ്യം തന്ന റെസ്പെക്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഈ ഡയറക്ടറിൻ്റെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഫിലിംസ് ഈ OTT-ൽ വരുമ്പം അതെങ്ങനെ ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് മുന്നേ ഒക്കെ ഫിലിംസ് അവർ കാണാതെ തന്നെ ഇപ്പം പ്രൊഡ്യൂസേഴ്സ് പറയുകയാണെങ്കിൽ നല്ല ഫിലിമാണെന്ന് പറയാം, അല്ലെങ്കിൽ ഇനിയൊരു സ്റ്റാർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പല OTT പ്ലാറ്റ്ഫോംസും എടുത്തിരുന്നു. പക്ഷെ ഇപ്പം നോക്കി കഴിഞ്ഞാൽ അതിനൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. OTT പ്ലാറ്റ്ഫോംസ് ഒന്നുകൂടെ അവർ സ്ക്രൂട്ടനൈസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഉണ്ടോ ഒരു? ഇപ്പോഴെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയും കൂടി അവർ ഈ സിനിമ ചൂസ് ചെയ്യണത് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി. ഇപ്പോൾ സിനിമ എന്തായാലും ഫുള്ള് സിനിമ നേരത്തെ കണ്ടു കഴിഞ്ഞിട്ടാണ് അവർ എടുത്തിരുന്നത്. കുറേ വർഷം എനിക്ക് തോന്നുന്നു OTT അതായത് മലയാള സിനിമ OTT-ലോട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സിനിമയുടെ ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ്സ് കാണിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ 2018 നമ്മൾ ഫുൾ സിനിമ കാണിച്ചിരുന്നില്ല, 15 മിനിറ്റ്സ് എന്നിട്ടാണ് ഡെയിലി ഫിക്സ് ചെയ്തത്. പിന്നെ അതിനുശേഷം ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്നാണ് ഒരു OTT-ലോട്ട് വരാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 4-5 വർഷമല്ലേ ഉള്ളൂ. കോവിഡിന് ശേഷമാണ് ഇത് വന്നത്. പിന്നെ അതിനുശേഷം അവർ ഫുൾ സിനിമ കാണണമെന്ന് പറഞ്ഞ്, അതായത് നമ്മളൊരു സിനിമ അവരെ കൊണ്ടുപോയി കാണിക്കുന്നു, അവരത് കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ഓക്കെ ഇന്ന ദിവസം നിങ്ങൾ റിലീസ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് വേറെ സിനിമകളായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇരുന്നു. ഇപ്പോൾ അവർക്ക് സിനിമ ഒന്നും കാണേണ്ട ആവശ്യമില്ല. അവർ സിനിമ കാണാൻ നമ്മൾ കൊടുത്താലും കാണാറില്ല. തിയേറ്ററിൽ സിനിമ വന്നിട്ട് ജനങ്ങൾ കാണട്ടെ എന്ന് പറയുന്നത്. ജനങ്ങൾ സിനിമ കണ്ട് ഇഷ്ടപ്പെടുകയും അതൊരു ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർ ബിസിനസ് സംസാരിക്കുന്നത്. അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലോട്ട് എത്തി. പിന്നെ സാറ്റലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് നില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ആകെ 1-2 ചാനലുകൾ മാത്രമാണ് എടുക്കുന്നത്. പിന്നെ ചില ചാനലുകളൊക്കെ എടുക്കേണ്ടത് അത് എത്ര വലിയ സിനിമയാണെന്നുണ്ടെങ്കിലും 25 ലക്ഷം രൂപയൊക്കെയാണ്. അത് ഈ പറയണ 15-20 കോടി മുടക്കിയ സിനിമക്ക് 25 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, ഒന്നുമല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലോട്ട് പോയി. അപ്പം എനിക്ക് തോന്നണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പഴയ കാലഘട്ടത്തിലോട്ട് പോകും. അതായത് സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ നിന്ന് ജനങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് തന്നെ പൈസ കളക്ട് ആ രീതിയിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതും ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ തിയേറ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പോയി കാണുന്ന കാര്യത്തിലും ഇപ്പൊ കോസ്റ്റ് നോക്കുന്ന ഒരു പ്രശ്നം വരുന്നത് കൊണ്ട് നാട്ടിലൊക്കെ ഞാൻ മനസ്സിലാക്കിയാക്കണതേ, അതായത് മലയാളത്തിൽ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബാക്കിയുള്ള ഭാഷകൾ നമ്മളിപ്പോൾ ലോകത്തുള്ള എല്ലാ ഭാഷകളല്ല പറയണത്, തമിഴ്, തെലുങ്ക് അല്ലെങ്കിൽ ഹിന്ദി, കന്നഡ ഇത്തരം ഭാഷകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളൊക്കെ അധികം തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക എന്നുള്ളത് അവർക്കൊരു അവരുടെ ഒരു എന്താണ് പറയുക ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമാണ് അവർ കാണുന്നുണ്ട്. പിന്നെ അവരുടെ ലാംഗ്വേജിൽ ഇറങ്ങുന്ന ഒരു സിനിമ ഒരു വലിയ സിനിമയൊക്കെ ആണെങ്കിൽ അവർക്ക് അത് എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണമെന്നുണ്ട്. പല ആൾക്കാരും നമ്മളിപ്പോൾ ഒരു സിനിമ പൊട്ടിപ്പാളീസായതാണെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായി എന്ന് പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് വന്നാക്കണത് ഒരു സാധനം മോശമാണെന്ന് പറയാം, അങ്ങനത്തെ ഇതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിയേറ്ററിൽ പോയി കാണും, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെ കുറച്ചുണ്ട്. നമ്മുടെ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഏതെങ്കിലും രീതിയിൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് അങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യം, അത് നമ്മളുടെയൊക്കെ ഒരു രക്തത്തിലുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഒരു നല്ല സിനിമ ഏതെങ്കിലും ഒന്ന് റിലീസായി കഴിഞ്ഞാൽ ഒരു XYZ എന്ന് പറഞ്ഞ സിനിമ റിലീസായി കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ റിലീസായി അത്യാവശ്യം നല്ല റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരാഴ്ച ഗൂഗിൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്താക്കണം എന്തായിരിക്കും ആ XYZ ഇൻ ഫുൾ മൂവി ഇൻ ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. മനസ്സിലായി? ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മറ്റേടത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ തിയേറ്ററിൽ പോയി കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിങ്ക് അത് ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പേര് പറയണില്ല, അതിൽ വന്നാന്ന് ചോദിച്ചതാണ്. ഇപ്പം തന്നെ ഈ അടുത്ത് വന്നാക്കണ ഒരു സിനിമ, ഒരു വലിയ സിനിമ, ഒരു 10-100 കോടിക്ക് മേലെ ഇട്ടാക്കണ സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വന്നൊരു സിനിമയാണ്. ഞാൻ അന്നേരം ഓസ്ട്രേലിയയാണുള്ളത്, സിഡ്നിയിലുള്ള സമയത്താണ്. ഞാൻ ഇവിടെ റിലീസായി വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ നിന്ന് വെച്ചാക്കണം ഇതാ അതിൻ്റെ സിനിമയുടെ ലിങ്കാണെന്ന് പറഞ്ഞു. രാവിലെ റിലീസായ സിനിമയുടെ അപ്പോൾ എൻ്റെ HD ക്വാളിറ്റി ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ അത് ഈ പറയണ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ OTT-യുടെ ബിസിനസ് താഴോട്ട് പോവുകയാണ്. OTT നമ്മൾ അതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് കാണുന്നതും മറ്റൊരുത്ത് ലിങ്ക് അടിച്ച് കഴിഞ്ഞിട്ട് ലിങ്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് മലയാള സിനിമക്ക് ഇവർക്ക് വലിയ ഡിമാൻഡ് ഇല്ലാതെ, OTT അറിയാമല്ലോ പരസ്യങ്ങളൊന്നും ഇല്ലാതെ ആൾക്കാർ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് മാത്രമാണ് അവരത് കിട്ടുന്നത്. ഒന്ന് എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇങ്ങനെയുള്ളത് തന്നെയൊക്കെ എങ്ങനെയെങ്കിലും മാക്സിമം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലുള്ള സാധനം ബാൻ ചെയ്യണം.
ഈ സിനിമ പ്രൊഡ്യൂസറിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ പൈസ മുടക്കുന്ന ആളുടെ കൂടെ നിന്ന് കഴിഞ്ഞിട്ട് ഇതേപോലെയുള്ള പരിപാടികളൊക്കെ നിർത്തുക. ഇപ്പോൾ ആരെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ശേഷി, ഇപ്പോൾ തിയേറ്ററിലൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുന്ന പരിപാടിയും അത് ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ അവരുടെ കൈ കിട്ടണം. പണ്ടായിരുന്നു ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ വില്ലേജിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യണം. പക്ഷെ എന്നാലും ഇത് കാണുന്ന ആൾക്കാർ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മോശമായ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ശിക്ഷയുണ്ട്. പക്ഷേ ഈ പറയണ സിനിമ ഇത് ചെയ്തിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഒരു ശിക്ഷ കൊടുക്കുന്നില്ല, പണിഷബിൾ ആണെന്ന് പണിഷണബിൾ ആയിരിക്കണം. അപ്പം ഇത് അതിനൊരു നിയമമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കുറേ കൂടി വിജിലൻ്റ് ആവും. ഈ പറയണ തിയേറ്ററിൽ പോയി കണ്ടില്ലെന്നുണ്ടെങ്കിൽ പോലും ഈ പറയണ ഇത് മിസ്യൂസ് ചെയ്യില്ല. അപ്പം അങ്ങനെയൊക്കെ വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആക്ച്വലി ലൈക്ക് ഇൻഡസ്ട്രിയുടെ അകത്ത് ഒരു ഡേഞ്ചർ വരില്ല. ഇപ്പം സപ്പോസ് ഒരു പെർട്ടിക്കുലർ ക്രൂവും പ്രൊഡ്യൂസറും തമ്മിലുള്ള ഇഷ്യൂ ഇൻസൈഡ് ലീക്സും പോയിട്ടുണ്ടല്ലോ, മുന്നത്തെ ഇതിൽ നമ്മൾ കേട്ടിട്ടില്ല. അല്ല, ഈ അങ്ങനെ ഫുൾ സിനിമകൾ ഇപ്പം അങ്ങനെയല്ല പോണത്. ഇപ്പം പണ്ട് ഈ പറയണ ഏതെങ്കിലുമൊക്കെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ തിയേറ്ററിൽ സെക്കൻഡ് ഷോക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് ക്യാമറയൊക്കെ മടിയിൽ വെച്ച് കഴിഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അന്ന് ആ കാലഘട്ടത്തിലൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ കൂടി ആൾക്കാർ നടന്നു പോകണ കാണാം, പിന്നെ വല്ല കൂകണയൊക്കെ ഇതൊക്കെ കാണാം. പക്ഷേ ഈ കാലഘട്ടത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, വളരെ ക്ലിയറാണ്. ഇപ്പം സംഭവിക്കണത് നമ്മുടെ ഒരു ഇത് ഈ തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് ആരും കാണാതെ പോണ സിനിമകളൊന്നും ഈ പറയണ എന്തിൽ വന്നു കഴിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഞാൻ പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയിച്ച സിനിമകളുടെ അതിൻ്റെ മാത്രമല്ല ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതൊക്കെ നല്ല വലിയ സിനിമ, വലിയ ബഡ്ജറ്റ് നല്ല സിനിമകളൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എല്ലായിടത്തും വേൾഡ് വൈഡ് പോകുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ദുബായിൽ ആർക്കെങ്കിലും ഈ സിനിമ കൊടുക്കുകയാണ്, ഈ പറയണ വേൾഡ് വൈഡ് എന്നും പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇവർ GCC കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും ഇത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ആഫ്രിക്ക തന്നെ എത്രയോ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊടുക്കുന്നത് 10 കോടിക്ക് ഇതൊന്നുമല്ല, ചിലപ്പോൾ അത് $2000 ഒരു രാജ്യത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചിലപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ മലാവി എന്ന് പറയുന്ന രാജ്യം, അവിടെ ആകെ ഇത് കാണുന്ന മലയാളികൾ ചിലപ്പോൾ 500 പേരായിരിക്കും. അപ്പോൾ അവിടത്തുള്ള ഡിസ്ട്രിബ്യൂട്ടർ ചോദിക്കണം എന്ന് പറഞ്ഞാൽ തിയേറ്ററിലൊന്നും ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ഒരു ഓഡിറ്റോറിയം പോലെയൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുക. ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അവരുടെ ഒരു ഏതെങ്കിലും ഒരു പാർട്ട് ടൈം ബിസിനസ് പോലെ ചെയ്യണതാണ്. അപ്പം അവിടെ അവർ ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ $1000 ആയിരിക്കും, അല്ലെങ്കിൽ $500 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ പറഞ്ഞാൽ ഇൻറ്റു 80-85 എന്ന് പറയുമ്പോൾ എത്രയും. അപ്പോൾ അതൊരു വരുമാനമാണ്. 10 രാജ്യങ്ങളിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-25 ലക്ഷം രൂപ കിട്ടും. അങ്ങനെ കൊടുത്തു കഴിയുന്ന സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ അല്ലെങ്കിൽ ദുബായിക്കാണ് അതേ പ്രിൻ്റാണ് അവർക്ക് അവിടെ കിട്ടുന്നത്. ഈ പറയണ ഇത് വഴിയാണല്ലോ കിട്ടുന്നത്, ഓൺലൈൻ വഴിയാണ് കിട്ടുന്നത്. അപ്പോൾ പല സമയങ്ങളിലും ഇങ്ങനെ എടുക്കുന്ന ആൾക്കാർ ഈ പറയണ നേരത്തെ ഞാൻ പറഞ്ഞല്ല, ഈ ഓൺലൈനിൽ ഇങ്ങനെ ആൾക്കാർക്ക് വേണ്ടി ഈ പറയണ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് നമുക്കറിയില്ല, അവിടെ 500 പേരാണ് കാണുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞിട്ട് നേരെ നല്ല ക്യാമറയൊക്കെ വെച്ചിട്ട് നേരെ HD ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യണമെന്നറിയും. ഇങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു ആഫ്രിക്കയിൽ നിന്ന് തന്നെയല്ലേ, ഇപ്പോൾ മലേഷ്യ ആയിക്കോട്ടെ പല രാജ്യങ്ങളിലുണ്ട്. ഇവിടുത്തെ ഇവരോട് വിളിച്ചു പറയണം എനിക്ക് ഈ സിനിമ വേണം, ഇത്രയും രൂപ നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയണം $2000 അല്ലെങ്കിൽ $5000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിക്കണം. മേടിച്ചു കഴിഞ്ഞിട്ട് എനിക്കവിടെ ജനങ്ങളുമില്ല, എൻ്റെ അടുത്ത് ഒരു സെറ്റപ്പ് ഉണ്ട്, ഞാനവിടെ സിനിമ ഇടുന്നു, ക്യാമറ വെക്കുന്നു, നേരെ ഷൂട്ട് ചെയ്യുന്നു, ഫ്രണ്ടിൽ കൂടി ജനങ്ങൾ പോകുകയോ ഒന്നുമില്ല, നല്ല കറക്റ്റായിട്ട് വരും. അതാണ് ഈ സിനിമ ഇറങ്ങണം അന്ന് തന്നെ HD ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനത് ഈ പറയുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ 10 ലക്ഷത്തിനായിരിക്കും, 5 ലക്ഷത്തിനായിരിക്കും. അവനവിടെ മുടക്കിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയായിരിക്കും മുടക്കിയാക്കണം, ബാക്കി പിന്നെ പ്രോഫിറ്റാണ്. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കും കൊടുക്കരുത്, GCCയും ഇങ്ങനെ മാത്രം ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന വരുമാനം കുറയും. ശരിയാ. ഇപ്പം നമ്മൾ മലയാളം ഇൻഡസ്ട്രി എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കാര്യം റെമ്യൂണറേഷൻ ഓഫ് ആക്ടേഴ്സിൻ്റെ കാര്യം. അതൊരു പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ അതൊക്കെ ഒരു ചർച്ചയായ കാര്യം. അത് പ്രൊഡ്യൂസേഴ്സ് വിചാരിച്ചാൽ കുറയുന്ന ഒരു കാര്യമാണോ? അതോ ബിക്കോസ് മറ്റ് ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പല ആക്ട്രസ്മാരും മറ്റ് ഇൻഡസ്ട്രി പോകുമ്പം അവർ പറയാറുണ്ട് ഇപ്പം എനിക്ക് ഇത്രയും റെമ്യൂണറേഷൻ കിട്ടാറുണ്ട്. അപ്പം അത് ആക്ച്വലി മലയാളത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണോ, അതോ എങ്ങനെയാണ് അത് ഫിലിമിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്? അല്ല, ഇത് ഇപ്പോൾ ഞാനത് പലപ്പോഴും പറയാറുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു തമിഴിലെ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ തെലുങ്കിലെ ആർട്ടിസ്റ്റ്, ഈ പറയണ മലയാളത്തിലെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം ജോലിയും അധ്വാനമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഇവരിപ്പോൾ ഈ ക്യാമറയുടെ മുന്നിൽ ഈ പറയണ മേക്കപ്പ് ഇട്ട് ഇവർ പറയണ ഇതെല്ലാം കാണിച്ചിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു ജോലിയാണല്ലോ. ഇപ്പോൾ ഒരു 100 ദിവസം തമിഴ്നാട്ടിലൊരു ഹീറോ ആണെങ്കിലും ഈ നമ്മുടെ നാട്ടിലൊരു 100 ദിവസം ഒരു ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ പണിയൊക്കെ ഏകദേശം കറക്റ്റ് തന്നെയാണ്. പക്ഷേ അവിടെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഇൻഡസ്ട്രിയാണ്, മനസ്സിലായില്ല. അതിൻ്റെ ബഡ്ജറ്റ് അത്ര ഉണ്ട്, ആ രീതിയിൽ കളക്ഷൻ ഉണ്ട്. ഇപ്പോൾ അവരുടെ ഒരു സിനിമ ഓവർസീസ് എടുക്കുന്നത് ചിലപ്പോൾ 25 കോടിക്കും 30 കോടിക്കായിരിക്കും എടുക്കുന്നത്. പക്ഷേ ഈ 100 ദിവസം ഈ പറയുന്ന രീതിയിൽ അധ്വാനിച്ച് ഇതൊക്കെ വന്നാക്കുന്ന ഒരു സിനിമ ഇതായിരിക്കും എടുക്കുന്നത്.
നമ്മുടെ ഒരു സിനിമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയണ 25 കോടിയായിട്ട് 25 ലക്ഷത്തിന് എടുക്കാൻ തയ്യാറല്ല. നിങ്ങൾ ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു തരാം, 10% ഞങ്ങൾക്ക് കമ്മീഷൻ വേണം. തിയേറ്ററിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ വിജയിക്കാനുള്ള സാധ്യതകൾ ഈ പറയണ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് മറ്റേ ഈ പറയണ ഇൻഡസ്ട്രിയിൽ ഈ പറയണ 100 ദിവസം അഭിനയിക്കണ ഒരു ഹീറോക്ക് ചിലപ്പോൾ 50 കോടിയോ അല്ലെങ്കിൽ 100 കോടിയോ കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടുമെന്നറിയാം. പിന്നെ ആ ആർട്ടിസ്റ്റിന് അതേപോലത്തെ ജനങ്ങളുണ്ട്. ഇപ്പോൾ ജപ്പാനിൽ അല്ലെന്നുണ്ടെങ്കിൽ മലേഷ്യയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങനത്തെ ബിസിനസ് ഉണ്ട്. അപ്പം നമ്മുടെ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയണ അതിനേലൊക്കെ നല്ല ആൾക്കാരാണ്, നല്ല കഴിവുള്ളതാണെങ്കിൽ പോലും ഈ പറയണ ആൾക്കാരെ തിയേറ്ററിലോട്ട് പുള്ളി ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു പൈസ കൊടുക്കാൻ പറ്റൂല. അവരുടെ ഒരു ഇതിൽ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ എത്ര കിട്ടണം, 25 കോടി കിട്ടണം, ഇവിടെ ഞാൻ 2 കോടി ചോദിച്ചിട്ട് തന്നില്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഷമമുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് അതിനുള്ള ഒരു നിവൃത്തിയില്ലെന്നുള്ളത്, അതാണ് സംഭവിക്കുന്നത്. ഈ ആക്ടേഴ്സ് തന്നെ ഇപ്പം പലപ്പോഴും നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ആവുന്ന കാര്യത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആസ് എ പ്രൊഡ്യൂസർ വേണിച്ചേട്ടൻ എങ്ങനെയാണ് അത് കാണുന്നത്? അത് ഈ OTT ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മാത്രമാണ് ഈ ആർട്ടിസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യേക്കുന്നത്. ഇപ്പോൾ അത് വളരെ കുറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ അവർക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, ഇത് അവരുടെ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് OTT സാറ്റലൈറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശമ്പളം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കിട്ടും. പിന്നെ തിയേറ്ററിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭം എന്നറിയാം. ഇപ്പം എന്താ സംഭവിക്കണത്? നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിൽ തന്നെയാണ് ഫുൾ റിസ്ക് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ ഈ പറയണ ഇത്രയും ദിവസം പുറത്തായിരിക്കെങ്കിലാണെങ്കിൽ ചിലപ്പോൾ 2 കോടിയോ 3 കോടിയോ കിട്ടുന്നതിന് പകരം അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസയും പോവും, അത്ര ദിവസങ്ങളും പോവും, ഈ അധ്വാനവും പോവും, പിന്നെ ബാക്കിയുള്ള ചിലവുകളുണ്ടല്ലോ ഒരു സിനിമ എടുക്കണം, ആ പൈസയും പോവും. ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആർട്ടിസ്റ്റുകളെ വെച്ച് ബാക്കിയൊന്നും പറയണ ഈ പറയുന്ന രീതിയിലുള്ള ബാക്കപ്പ് ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ ഒരു തോന്നൽ പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ അത്രയധികം കോൺഫിഡൻസ് ഇവർക്ക് വേണം. ഈ സിനിമ ഒരു ഷുഗർ ഷോട്ടാണ്, അങ്ങനത്തെ സിനിമകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആ ഒരു സാധനം കുറഞ്ഞു വരാനാണ് സാധ്യത. അത് പ്രൊഡ്യൂസേഴ്സ് തന്നെ ആയിട്ട് പോകുന്ന ആ ഒരു എന്തായാലും അങ്ങനെയാണ് ഇപ്പം തന്നെ അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവരിപ്പോൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു പെർസെൻറ്റേജ് തരികയാണെങ്കിൽ അവരതിന് സന്തോഷമാണ്. അല്ലാതെ ഫുൾ സിനിമ എടുക്കാനായിട്ടുള്ള ഇതൊന്നുമില്ല. അത് ആ കാലഘട്ടമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് OTT ആയിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഈ വേണുചേട്ടനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പറഞ്ഞ സമയത്ത് എന്നോട് ഒരാൾ ചോദിക്കാൻ പറഞ്ഞൊരു കാര്യമാണ്. ഇത് ഞാൻ ആക്ച്വലി കമോൺ കേരളയിൽ ലാൽജോ സാറിൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചൊരു കാര്യമാണ്. എങ്ങനെയാണ് വേണുചേട്ടൻ്റെ അടുത്തൊരു പുതിയ ഒരു ന്യൂ കമ്മർ സ്ക്രിപ്റ്റ് റൈറ്റർ ആവാം അല്ലെങ്കിൽ ഒരു ഡയറക്ടർ അപ്രോച്ച് ചെയ്യുന്നത് ജനറലി എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ വേണുചേട്ടൻ അയാളുടെ യെസ് പറയണമെങ്കിൽ എന്തായിരിക്കും ആ ഒരു ക്രൈറ്റീരിയ? അല്ല, എൻ്റെ അടുത്ത് സാധാരണതയിൽ ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ്, എന്നെ അറിയാവുന്നവരൊക്കെ പറയും ഇങ്ങനെ ഒരു കഥയുണ്ട്, നീ ഒന്ന് കേൾക്കുന്നുള്ള രീതിയിൽ പറയാറുണ്ട്. എന്നെ ഡയറക്റ്റായിട്ട് എനിക്ക് ചിലപ്പോൾ ഈ മെസ്സഞ്ചറിലൊക്കെ നമ്പറിൻ്റെ ആവശ്യമില്ല, അയക്കാറുണ്ട്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കാറ് പോലും ഇല്ല. എന്താ വെച്ചാൽ കുറേ വന്നു കഴിയുന്ന സമയത്ത് നമ്മളൊരു ജാടയും കൊണ്ടൊന്നല്ല എത്ര പേരിക്കുന്നാണ് മറുപടി. പിന്നെ നമ്മൾ ഞാൻ പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയുടെ ഒരു സ്റ്റോറി ആക്കണതാണ്. നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഞാൻ എൻ്റെ ഈ പറയണ ഏതെങ്കിലും ഒരു സർക്കിളിൽ കൂടി എൻ്റെ അടുത്ത് വിളിച്ച് പറയണം. അപ്പം ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട്, ഇതിന് മുന്നേ എന്തെങ്കിലും ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് ചിലർ പറയും നല്ലതാണ് ഇതാണെന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പോക്കിനും എന്തായാലും ഒരു 2-3 കഥയെങ്കിലും കേൾക്കാറുണ്ട്. ഇപ്പം ഇവിടെ വിളിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പറയുമ്പോൾ ഞാനിവിടെ വീട്ടിലോട്ടല്ല, ഇവിടെ ചിലപ്പോൾ കോഫി ഷോപ്പിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് ഞാൻ പറയും ഈ ഫുൾ കഥയൊന്നും കേൾക്കണ്ട, ജസ്റ്റ് ഒരു 1 ലൈൻ പറഞ്ഞാൽ മതി എന്ന് പറയാം. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എന്താണെന്ന്. പക്ഷെ അങ്ങനെയുള്ളതെന്നൊക്കെ അങ്ങനെ ഒരു നല്ല കഥയൊന്നും ഞാൻ ഇതുവരെയായിട്ട് കേട്ടിട്ടില്ലെന്നുള്ളതാണ് സത്യം. അല്ല, എനിക്ക് തോന്നുന്നു ലാൽ സാർ അതിന് ഉത്തരം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നും അവരുടെ കഥയാണ് ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കഥ. പക്ഷെ അങ്ങനെ ആവില്ല. കഥകൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ഇപ്പം ഇവർ ഈ കഥ പറയാൻ വന്നിരിക്കുന്ന ആൾ ചിലപ്പോൾ ലൈഫിൽ വേറെ ആരെങ്കിലും ഒരു കഥ പറഞ്ഞ് കേൾക്കുകയോ വേറെ ഒരു കഥ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരായി. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് അതായത് ഒരു സിനിമ നമ്മൾ ഈ പറയുന്ന ബിസിനസ്സിൽ നിൽക്കുന്നു, ഇൻഡസ്ട്രിയിൽ നിൽക്കണമായിരുന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കഥകൾ നമ്മൾ എപ്പോഴും നമുക്കൊരു ആഗ്രഹമാണ് ഇത് ചെയ്യാൻ, അതായത് വെറൈറ്റി ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ധാരണ ഉണ്ട്. ചില ആൾക്കാർ മാത്രം നമ്മളോട് ചോദിക്കും. ഞാൻ മിക്കവരോട് ആദ്യം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നാട്ടിൽ ചെല്ലുമ്പോഴാണല്ലോ കേൾക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് എത്ര നല്ല കഥയാണെങ്കിൽ ഞാൻ ഈ സിനിമ ചെയ്യാനായിട്ട് പോണില്ല, നിങ്ങൾ വന്നുകൊണ്ട് ഞാൻ കേൾക്കുന്നു, എൻ്റെ അഭിപ്രായം പറയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഓൾറെഡി വലിയ സിനിമകൾ കമ്മിറ്റ് ചെയ്താക്കുന്നുണ്ട്, നമുക്ക് അത് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയാം. അവർക്ക് വരുത് അനാവശ്യമായിട്ട് ഒരു ഇത് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ. അപ്പം ചില ആൾക്കാർ പറയില്ല സാർ ഒന്ന് കേട്ടാൽ മതി, കേട്ട് കഴിഞ്ഞിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പം ചിലവരോട് ഞാൻ പറയാറുണ്ട് ഈ സിനിമ ഇതൊരു നല്ല സിനിമയുണ്ട് ഇതിൽ,
പക്ഷേ ഇതിൽ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന സ്ഥലങ്ങളിലൊക്കെ മാറ്റണമെന്ന് പറയാറ്. ചില ആൾക്കാരുടെ അടുത്ത് വളരെ പച്ചയായിട്ട് ഓപ്പണായിട്ട് തന്നെ പറയാറുണ്ട്, ഇത് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. അത് ഞാനത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ന്യൂ കമേഴ്സിൻ്റെ അടുത്ത് അങ്ങനെ പറയാറില്ല. എന്നുവെച്ചാൽ അവരെ സംബന്ധിച്ച് അതൊരു വലിയ ഇതായിരുന്നു. ഈ ഇതായിരിക്കും. ഒന്നോ രണ്ടോ സിനിമകളൊക്കെ ചെയ്താക്കണ ചില റൈറ്റേഴ്സൊക്കെ വരുമല്ലോ, അപ്പോൾ അവർ വരുമ്പോൾ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ചെയ്തിട്ടായിരിക്കും ഇതൊരു 100 കോടി ഉറപ്പാണ് സാർ, ഇതാണ് ഞാൻ വേറെ ആൾക്കാരോട് പറഞ്ഞിരുന്നു, അപ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്നാലും സാറ് ചെയ്യണമെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്താണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനത് പച്ചയായിട്ട് ഞാൻ പറയും. ഇതുകൊണ്ടൊന്നും ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു കോൺഫിഡൻസും ഇല്ല. പിന്നെ ഞാനങ്ങനെ നമ്മളിപ്പോൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറേ അധികം ഇൻവോൾവ്ഡ് ആയി, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഇതിലൊക്കെ കുറച്ച് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് ചിലവർ പോയിട്ട് ചെയ്താക്കുന്ന സിനിമകൾ ഒരു സെറ്റ് ഓഫ് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോലും ഇത് തെറ്റില്ലെന്ന് എനിക്ക് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടോ, അന്ന് സാറ് പറഞ്ഞപ്പോൾ അത് വിട്ടാൽ മതിയായിരുന്നു പറഞ്ഞേക്കണ കുറേ സിനിമകളുണ്ട് നമുക്കറിയാവുന്നത്. ഞാൻ ലാസ്റ്റ് ഡേ കാണിച്ചിട്ട് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരുന്നൊരു ഫിലിമാണ് ആട് 3. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കവി പ്രൊഡക്ഷൻസും ഫ്രൈഡേ ഹൗസും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്യാണ്. എന്താ അതിൻ്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയായിരിക്കും നമുക്ക്? ഞാൻ ഫ്രൈഡേ ഫിലിംസായിട്ട് ആദ്യമായിട്ടാണ് നമ്മളൊരു ടൈപ്പ് ചെയ്തിട്ടൊരു സിനിമ ചെയ്യണത്. ശരിക്കും ഞാൻ ഇതുവരെയും ചെയ്താക്കണ ഒരു സിനിമയുടെ ഒരു ജോർണറിൽപ്പെട്ട ഒരു സിനിമ അല്ല ആടെന്ന് പറഞ്ഞാൽ. നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള സിനിമകളൊക്കെയാണ്. അങ്ങനെ എന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ വിജയ് ബാബു എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ ഇതിനു മുന്നേ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എൻ്റെ നമ്പർ മേടിച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് സംസാരിക്കാം. ഞാൻ ചെന്ന് അപ്പോൾ എൻ്റെ അടുത്ത് ഇന്നതാണ് സിനിമ, എൻ്റെ സ്റ്റോറി ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് ഞാനത് 1 ലൈൻ കേൾക്കാമെന്ന് പറഞ്ഞു. 1 ലൈൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പം ഞാൻ പറഞ്ഞൊരു പണി, എനിക്ക് അതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് വേണം, ഞാനത് വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഞാൻ അങ്ങനെ ഫുൾ സ്ക്രിപ്റ്റായിട്ട് ഞാൻ ദുബായിക്ക് വന്നു, ഞാനത് ഫുള്ള് വായിച്ചു, അതിൻ്റെ പല ഭാഗങ്ങളും വീണ്ടും ഞാൻ വായിച്ചു. അപ്പോൾ അത് വായിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര തറവായി. നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന കോടികളുടെ കണക്കൊന്നും നമുക്കറിയില്ല, എന്നാലും സിനിമ തിയേറ്ററിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെടും എന്നുള്ള ഒരു ടൈപ്പ് ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ബാക്കിയുള്ള അതിൻ്റെ ബിസിനസ്സുകൾ സംസാരിച്ച് എൻ്റെ ടൈമും പുള്ളിയുടെ ടൈമും എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒരുമിച്ചുള്ള ജേർണിയാണ് ഞങ്ങൾ രണ്ടുപേരും. എന്നാൽ സ്റ്റാർട്ടിങ് എന്നായിരിക്കും ഇനി ഫിലിമിൻ്റെ? സിനിമയുടെ അത് ഒരു 9 ദിവസത്തെ ഷൂട്ടിംഗ് ഓൾറെഡി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കാണ് നാട്ടിൽ ഈ പറയണ മഴ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഈ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് വീണ്ടും ഇപ്പോൾ അതിൻ്റെ സെറ്റ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ടാർഗറ്റ് ചെയ്യണത് ക്രിസ്മസ് റിലീസാണ്. അത്ര ഈസി ആയിട്ടുള്ള ഒരു ഇതല്ല, എങ്കിൽ പോലും എങ്ങനെയെങ്കിലും ക്രിസ്മസ് ചെയ്യണമെങ്കിൽ ഈ ആട് ഫസ്റ്റ് സെക്കൻഡ് എല്ലാം ക്രിസ്മസ് റിലീസായിരുന്നു. അപ്പോൾ ഇതും അതേപോലെ തന്നെ റിലീസ് ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ വേണം ചേട്ടാ, ഇത് ഔട്ട് ഓഫ് ദി ബോക്സ് ഒരു കാര്യമാണ്. ഒരു ബിസിനസ്മാനായിട്ട് മലയാളം ഇൻഡസ്ട്രി വന്ന ഒരാളാണ് വേണുചേട്ടൻ, ആൻഡ് നൗ ലീഡിങ് പ്രൊഡ്യൂസറാണ്. ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് ലൈക്ക് ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, ലൈക്ക് ഏത് ജോബ് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോ വേണുചേട്ടൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഹൗ ടു ബി സക്സസ്ഫുൾ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഹൗ ടു ഡു എ ബിസിനസ് പ്രോപ്പർലി എന്തായിരിക്കും? ഞാൻ മനസ്സിലാക്കിയേക്കണത്, അതായത് നമ്മളൊരു എന്ത് ബിസിനസ് ആയിക്കോട്ടെ, ഒരു ചെറിയ ബിസിനസ് ആയിക്കോട്ടെ വലിയ ബിസിനസ് ആയിക്കോട്ടെ, നമ്മളതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിൽ അത്യാവശ്യം ആ ബിസിനസ്സിനെ പറ്റി നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് പറ്റിക്കപ്പെടും. ജനങ്ങൾ നല്ലവരാണ്, ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എപ്പോഴും അവരും ഈ ആഗ്രഹത്തിലാണ് വന്നത് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇതിലൊന്നും വലിയ പരിചയമില്ലാത്ത ഒരാളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പതുക്കാൻ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ തുടങ്ങും. അവർ പൈസ ഉണ്ടാക്കാൻ തുടങ്ങും മീൻസ് നമ്മുടെ ഫെയിലിയർ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ 2-3 വർഷം കൊണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താപ്പരം. അത് എന്ത് ബിസിനസ്, ഈവൻ ഒരു ബാർബർ ഷാപ്പാണെങ്കിൽ പോലും നമ്മളവിടെ കറക്റ്റ് നോക്കിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ 10 പേര് വന്നു കഴിഞ്ഞാൽ മുടി വെട്ടിയിട്ടുണ്ടെങ്കിൽ 5 പേരുടെ അവർ കണക്കിൽ പെടാതെ കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം, എത്ര ടൈം എടുക്കും, അല്ലെങ്കിൽ അവിടെ എന്താണ് പൈസ. അങ്ങനെ ഞാൻ പറയണ ഏറ്റവും ചെറുത് തുടങ്ങി സിനിമ ആയിക്കോട്ടെ ഹോട്ടലായിക്കോട്ടെ എന്ത് ബിസിനസ്സാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ബിസിനസ്സിൽ ഒരു മാസ്റ്റർ ആവാന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മളൊരു സിനിമ എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഈ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ എന്തിനാണ് നമ്മൾ അറിയണത്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ അങ്ങനെയല്ല. നമ്മൾ ഈ കഥ തുടങ്ങി, കഥയുടെ സെലക്ഷൻ തുടങ്ങി, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞില്ല അതേപോലെ വന്നു കഴിഞ്ഞിട്ട് ഇവർ പറയുന്നത് ലോകത്തെ ഏറ്റവും നല്ല കഥയാണ് ഈ കഥകൾ ഇങ്ങനെയാണ്. പക്ഷേ ആ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മോശം ഒരു ഇതായിരിക്കാം, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് പറ്റിയ കഥയായിരിക്കില്ല. ചിലപ്പോൾ ചില കഥയൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇതൊരു 70s 80s ഏതെങ്കിലും ഒരു നല്ല സിനിമയായിരുന്നു. ഈ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഇതിന് ഒരു പ്രസക്തി ഇല്ലെന്ന് നമുക്കറിയാം. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഈ ഏത് ബിസിനസ്സിലാണെങ്കിലും ഒരു അത്യാവശ്യം നമുക്കൊരു നോളജ് ഇല്ലെന്നുണ്ടെങ്കിൽ
ബിസിനസ് സക്സസ് ആയി കൊണ്ടുപോകാനായിട്ട് പാടാണ്. ഇപ്പം ഞാനിപ്പോൾ ചെയ്യണ ഏത് ഓയിലായിക്കോട്ടെ, ട്രേഡിംഗ് ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, എല്ലാത്തിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമോ ഇവിടെ ഇന്നതാണ്. ഇപ്പോൾ ഒരു മെഷീൻ കേടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ എന്താ സംഭവിച്ചു, ഇന്നതാണ്. മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല, നമ്മളതായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവും, ഇവന് ഇതൊക്കെ അറിയാവുന്ന ഇവൻ്റെ അടുത്ത് ഈ കളവ് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാവും. അപ്പോൾ അതാണ് എസ്പെഷ്യലി സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കാനായിട്ട് ഒരു കൂട്ടം ജനങ്ങൾ നിൽക്കണ ഒരു ഇതാണ് സിനിമ. ഇന്നാളെന്നൊന്നുമല്ല പറയണത്, കാലകാലങ്ങളായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇത് പിന്നെ ഈ പറയണ NRI പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞ ഒരു സൈസ് മണ്ടന്മാരാണ് ഇവരെ പറ്റിക്കാനായിട്ട് എളുപ്പമാണെന്നുള്ള ഒരു ധാരണയൊക്കെ ആൾക്കാരൊരു ഇതുണ്ട്. അപ്പോൾ അത് ഇങ്ങനത്തെ ഇതിൽ നിന്ന് മാത്രമാണ് നമ്മളത് ഓവർകം ചെയ്യാൻ സാധിക്കുള്ളൂ. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്രാഫ്റ്റ് നമുക്ക് പറയാം അല്ലേ, ഏത് ക്രാഫ്റ്റ് ആണല്ലോ അത് അതെ മനസ്സിലാക്കാം. അതെ. വേണ്ടിയിട്ട് നമ്മൾ ആട് 3യുടെ കാര്യം സംസാരിച്ചു. ഇനിയിപ്പം അപ്കമിങ് പ്രോജക്ട്സ് വേറെ ഏതൊക്കെയാണ്? ഈ ആട് 3ന് മുന്നേ നമ്മൾ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഉജ്ജയിനി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് ഡയറക്റ്റ് ചെയ്യണത് ഹരിഹര സാറാണ്. നമ്മുടെ വടക്കം വീരഗാഥ, നഗക്ഷതങ്ങൾ, സർഗമൊക്കെ എടുത്ത, പഞ്ചാഗ്നിയൊക്കെ എടുത്ത. അപ്പോൾ സാറ് കുറച്ച് നാളായിട്ട് ഇപ്പോൾ സിനിമ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഒരു 2 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞിട്ട് ആ സിനിമയുടെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കണ്ടിങ്, അതിൻ്റെ മ്യൂസിക്കൊക്കെ ഏകദേശം സോങ്സിൻ്റെ മ്യൂസിക്കൊക്കെ ഓൾമോസ്റ്റ് കമ്പോസിങ് കഴിഞ്ഞു. അമിത് ത്രിവേദി എന്ന് പറയുന്ന ഹിന്ദി മ്യൂസിക് ഡയറക്ടറാണത് മ്യൂസിക് ചെയ്യണത്. സിനിമയുടെ പേര് ഉജ്ജയിനി എന്നാണ്. ഈ ONV സാറിന് ജ്ഞാനപീഠ അവാർഡ് കിട്ടിയ ഒരു ബുക്കുണ്ട്, ഒരു കവിത, അതിൻ്റെ പേരാണ് ഉജ്ജയിനി എന്ന് പറയുന്നത്. അതൊരു BC എനിക്ക് തോന്നുന്നു ഒരു 300 കടന്നാക്കണം ചില സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഫുൾ മ്യൂസിക്കായിട്ട് തന്നെ ഒരു പീരിയോഡിക് 100% പീരിയോഡിക് മൂവിയാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. പിന്നെ ഈ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു സിനിമക്ക് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ എല്ലാം കൂടി ഒരു ആഗ്രഹമാണ്. ജയകുമാർ സാറാണ് അതിൻ്റെ ഡയലോഗ്, പിന്നെ അതേപോലെ തന്നെ അറിയാലോ നേരത്തെ ചീഫ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. ഈ വടക്കം വീരാതേല ഇത് 1-2 സോങ്സൊക്കെ സാറാണ് എഴുതിയത്. യെസ്. അപ്പോൾ സാറ് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ടൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല, ആർട്ടിസ്റ്റുകൾ ഡാൻസും അങ്ങനത്തെ ഇതെല്ലാം കൂടി ആയിട്ടുള്ളൊരു. അപ്പോൾ അതൊരു വളരെയധികം പ്രതീക്ഷയോടുകൂടി നോക്കണ ഒരു സിനിമയാണ്. നമ്മളും മലയാളത്തിൽ വെയിറ്റ് ചെയ്യണം. ബിക്കോസ് നമ്മളിപ്പം പീരിയോഡിക് ഫിലിംസ് ഒക്കെ അത്രയും കുറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് വീണ്ടും കാണുക. അതെ. ഇത് അങ്ങനെ ഒരു യുദ്ധങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പടയോട്ടോ അങ്ങനത്തെ ഇതൊന്നും ഇല്ലാതെയുള്ള ഒരു കാലഘട്ടം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയും അതും കൂടിയൊക്കെ ഉള്ള ഒരു ആ ടൈപ്പ് ഒരു സിനിമ. സൂപ്പർ. അത് അതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ ഈ പറയണ ഇത് വന്നാക്കണം. വേറെ കുറേ പ്രൊജക്റ്റുകളൊക്കെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും, മാത്രമാണ്. നൈസ്. അപ്പോൾ വേണിച്ചേട്ടാ, ഇത്രയും നേരം നമ്മുടെ ഒപ്പം ഞാൻ വിടമാട്ടെ ജോയിൻ ചെയ്ത് വളരെയധികം സന്തോഷം. അപ്പോൾ ലാസ്റ്റ് ഒരു സെഗ്മെൻറ്റും കൂടി ഉണ്ട്, നമ്മുടെ ബുക്ക് ഓഫ് വിടമാട്ടെ. അപ്പോൾ ഇതിൽ ലാസ്റ്റ് വന്നൊരു സെലിബ്രിറ്റി അഭിരാമി വേണിച്ചേട്ടനോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബുക്ക് വേണിച്ചേട്ടന് തരാം. അഭിരാമിയാണ് ലാസ്റ്റ് ചോദ്യം ചോദിച്ചിരുന്നത്. വാട്ട് ഈസ് ദ മോസ്റ്റ് അൺഫർഗറ്റബിൾ മീൽ യു ഹാവ് ഹാഡ് എന്നാണ് ചോദിച്ചത്. ആഫ്രിക്കൻ ക്രാബ് കറി ഫ്രം ലോമേട്ടോ. ഓക്കെ. ആഫ്രിക്കൻ ക്രാബ് കറി ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഞാനൊരു ഫുഡിയാണ്. ആൻഡ് വേണിച്ചേട്ടൻ നെക്സ്റ്റ് സെലിബ്രിറ്റിയോട് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് യുവർ തോട്ട് അബൌട്ട് എ മല്ലു സ്റ്റേയിങ് ഇൻ ഗൾഫ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് വേണിച്ചേട്ടാ. താങ്ക് യു ഫോർ ബീങ് ഓൺ ദ ഷോ.